Hi, welcome back to Kotlin course. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അറേസിനെ പറ്റിയാണ്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും, നമുക്ക് ആ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ അറേയെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് array.kt എന്ന് പറഞ്ഞ ഫയലിന് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൺ മെയിൻ ഓക്കെ. ഇനി ഇൻറ്റീജർ വാല്യൂസിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു അറേ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് വാല്യൂസ് ഈക്വൽസ് IntArray of നൽകുന്നു. ഈ IntArray ഫംഗ്ഷനിലേക്ക് ഞാൻ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? എൻ്റെ അറേയുടെ സൈസാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 എന്ന് നൽകുന്നു. വാല്യൂസ് എന്ന് പറയുന്ന വേരിയബിളിന് IntArray ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആയിരിക്കും. സോ അത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വാല്യൂസ് ക്ലാസ് ഡോട്ട് സിമ്പിൾ നെയിം. ഇനി ഞാൻ എൻ്റെ മെയിനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ചെയ്യുന്നു. ഇവിടെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? IntArray ആണ്. ഓക്കെ, ഇനി എങ്ങനെയായിരിക്കും നമ്മൾ ഇതിലേക്ക് വാല്യൂ പാസ് ചെയ്യാം? നമുക്ക് വാല്യൂ പാസ് ചെയ്യാനായിട്ട് നമ്മൾ പൊസിഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. വാല്യൂസ് ഓഫ് 0 പൊസിഷനിൽ ഞാനൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. 7. ഫോർ എലമെൻറ്റ്സ് ആയിരിക്കും എൻ്റെ അറേയിലുണ്ടാകാം. ഞാൻ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? 0th പൊസിഷനിൽ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? 7നെ സ്റ്റോർ ചെയ്തു. ഫസ്റ്റ് പൊസിഷനിൽ 5 സ്റ്റോർ ചെയ്തു. സെക്കൻഡ് പൊസിഷനിൽ 6നെ സ്റ്റോർ ചെയ്തു. ഇനി എനിക്ക് ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ ഒന്ന് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഞാൻ ചെയ്യുക? പ്രിൻറ്റ് ln ഓക്കെ 5 എന്ന് നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു അറേ കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ അറേ. ഇതിൻ്റെ പൊസിഷൻസ് ഞാൻ പറയാം. 0, 1, 2, 3 അങ്ങനെ ടോട്ടൽ നമുക്ക് 4 പൊസിഷൻസ് ആണുള്ളത്. ഇതിൻ്റെ അകത്ത് 4 എലമെൻ്റ് ആയിരിക്കും മാക്സിമം നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം 0th പൊസിഷനിൽ ഏതായിരിക്കും? 7 ആയിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് 5 ഉണ്ടായിരിക്കും. അതായത് സെക്കൻഡ് പൊസിഷനിൽ 6 ഉണ്ടായിരിക്കും. അപ്പോൾ തേർഡ് പൊസിഷനിൽ എന്തായിരിക്കും? ഇത് 0 ആയിരിക്കും. ഇതിൽ നമ്മൾ വാല്യൂസ് നൽകുന്നില്ല, അതുകൊണ്ട് എന്തായിരിക്കും? അത് 0 ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഓക്കെ, നമ്മളിവിടെ എങ്ങനെയാണ് ആക്സസ് ചെയ്തത്? നമ്മൾ എലമെൻറ്റ് 5 ആണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് ഇൻഡെക്സ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? അതായത് ഈ ഫസ്റ്റ് ഇൻഡെക്സ് ആണ് ഞാൻ പറഞ്ഞ് നൽകേണ്ടത്. അതാണ് ഞാനിവിടെ വാല്യൂസ് ഓഫ് 1 എന്ന് നൽകിയിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? തേർഡ് പൊസിഷനിലുള്ള ആക്സസ് ചെയ്യുകയാണെങ്കിൽ 0 ആയിട്ടായിരിക്കും പ്രിൻറ്റ് ചെയ്യാം. നമുക്ക് റൺ ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കും 0 എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഇല്ലാത്തൊരു പൊസിഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാണ്? 4th പൊസിഷൻ നൽകുകയാണ്. അപ്പോഴേക്കും നമുക്ക് എറർ ആയിരിക്കും ജനറേറ്റ് ചെയ്യാം. നമ്മുടെ ഇവിടെ സൈസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ബട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിയത് എന്താണ്? 5th എലമെൻ്റ് ആണ് നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ ഒരു എലമെൻറ്റ് നമ്മുടെ അറേയിലില്ല, നമ്മുടെ ഇൻറ്റീജർ അറേയിൽ ഇല്ല. അപ്പോഴേക്കും നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എറർ എന്താണ്? അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡെക്സ് 4 ഔട്ട് ഓഫ് ബൗണ്ട്സ് 4 ലെങ്ത് 4. ഓക്കെ, ഞാനിത് കോമൻറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്ട്രിങ് ടൈപ്പിലുള്ള അറേസ് നമുക്ക് കോട്ട്ലൈനിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ പ്രിഫർ ചെയ്യുന്ന ഒരു വേ എന്ന് പറയുന്ന ArrayOfNulls യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സ്ട്രിങ് ടൈപ്പ് സൈസ്ഡ് അറേ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. നെയിംസ് ഈക്വൽസ് ArrayOfNulls. ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ടൈപ്പാണ്. ഞാനിവിടെ സ്ട്രിങ് എന്ന് കൊടുക്കുന്നു. ദെൻ ഇതിൻ്റെ സൈസാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ 3 നൽകുന്നു സൈസ്. ഇനി ഇതിലേക്ക് എങ്ങനെ എനിക്ക് വാല്യൂ നൽകാനായിട്ട് സാധിക്കും? നെയിംസ് ഡോട്ട് സെറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് നൽകാനായിട്ട് സാധിക്കും. സെറ്റിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊസിഷൻ ആയിരിക്കും. ഞാൻ 0th പൊസിഷനിൽ എന്ത് നൽകുന്നു? എൻ്റെ പേര് നൽകുന്നു. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു പേര് ഞാൻ നൽകുകയാണ്. സെറ്റ്
ആ പൊസിഷനിൽ ഞാൻ ജാക്ക് എന്ന് സേവ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും നെയിംസ് ഡോട്ട് സെറ്റ് ജാക്ക് എന്ന് നൽകിയിട്ടുണ്ട്. ഇനി എനിക്കിത് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ println names of 0. നമുക്കത് റൺ ചെയ്യാം. ഓക്കെ, എനിക്കിവിടെ നിക്കിൻ എന്ന ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ അസൈൻ ചെയ്തത് ഇൻഡെക്സിങ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. എന്നാൽ ഇവിടെ നമ്മളത് അതിന് പകരം സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊട്ലിൻ നമ്മുടെ ഈ ID റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻഡെക്സിങ് ഓപ്പറേറ്ററാണ്. നമ്മളിവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റീപ്ലേസ് സെറ്റ് കോൾ വിത്ത് ഇൻഡെക്സിങ് ഓപ്പറേറ്റർ എന്ന് കാണും. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻഡെക്സിങ് ഓപ്പറേറ്ററിലേക്ക് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് റെക്കമെൻഡഡ് വേ. ഓക്കെ, ഇനി ArrayOf ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സിൻ്റെ ഒരു array ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് val b equals ArrayOf, ഇതൊരു ഫംഗ്ഷനാണ്. ഹലോ ആൻഡ്രോയിഡ് iOS. ഓക്കെ, ഇനി ഇതിലെ വാല്യൂ എനിക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 0th പൊസിഷനിൽ എന്തായിരിക്കും? ഹലോ ആയിരിക്കും. ഫസ്റ്റ് പൊസിഷനിൽ ആൻഡ്രോയിഡ്, സെക്കൻഡ് പൊസിഷനിൽ iOS. ഇനി സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂ ഞാൻ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. println b(2). നമുക്കിനി റൺ ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കും iOS എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുക.